എനിക്ക് പോകണം. എത്ര ധൃതി വെച്ചാലും ഇത് റിപ്പയർ ചെയ്തു തരാൻ 1-2 മണിക്കൂറെങ്കിലും ആകും. ഓ മൈ ഗോഡ്, 2 മണിക്കൂറോ? നിങ്ങൾ പോയിട്ട് വരണം, ഇതിവിടെ ശരിയാക്കി വെച്ചേക്കാം. എന്താ ഇന്നും വഴക്കിനാണോ? അയ്യോ, ഇന്ന് വഴക്കിനല്ല, അന്നത്തെ വഴക്കിന് മാപ്പ് ചോദിക്കാനാണ്. ഓഹോ, വളരെ സന്തോഷം. എനിക്കൊരു സഹായം ചെയ്യാമോ? എന്റെ സ്കൂട്ടർ റിപ്പയറിലാണ്, എനിക്കൊരു ലിഫ്റ്റ് തരാമോ? അയ്യോ, ഇത് ചക്കട വണ്ടിയാണ്, ഇതിൽ കയറിയാൽ നിങ്ങളുടെ എല്ലാം ഊരിപ്പോകും. അന്ന് അറിവില്ലാതെ പറഞ്ഞു പോയതാണ്, ദയവേത് ക്ഷമിക്കണം. പോകാൻ കുറച്ച് തിടുക്കമുണ്ട്, എന്നെ ഒന്ന് വീട്ടിലിറക്കണം. ഒരു ടാക്സി പിടിച്ചു പോണം. അയ്യോ, ആ റോഡിൽ കാർ ഒന്നും പോകില്ല, ചെറിയ റോഡാണ്, സ്കൂട്ടർ മാത്രമേ പോകൂ. ഓഹോ, സ്കൂട്ടർ റോഡാണോ? ആ, എന്നെ ഒന്ന് സഹായിച്ചൂടെ പ്ലീസ് പ്ലീസ്? ശരി, കയറിക്കൊള്ളു. താങ്ക് യു. അപ്പോ ഇനി എനിക്ക് പോകാൻ വയ്യ. അതെന്തൊരു പോക്കാണ്, ഇവിടം വരെ വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കഴിക്കാതെ പോകുന്നു. താങ്ക്സ്, എനിക്ക് കാപ്പി വേണ്ട, അതുകൊണ്ടാണ്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറി ഇരുന്നിട്ട് പോകാം പ്ലീസ്. എനിക്ക് അപ്പം ധൃതിയുണ്ട്. എന്റെ വല്യച്ഛനകത്തുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. വല്യച്ഛൻ നിങ്ങളെ കണ്ടാൽ വിടൂല്ല. പ്ലീസ് പ്ലീസ്. വരണം വരണം, ഇരിക്കണം. ഇരിക്കണം. ഞാനിതാ വന്നു കഴിഞ്ഞു. വലിച്ച, ഞാനയാളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അന്നത്തെ ആ നോട്ട് കെട്ടിന്റെ ആളിനെ. അതോ ആ ഹാളിലുണ്ട്. ഞാൻ പറയാമായിരുന്നു. ഓഹോ, വലിയ മാന്യനെ പോലെ ഇരുന്ന് കഴിഞ്ഞു അല്ലേ? എഴുതേക്കണം. ഓഹോ, എന്നെ അപമാനിക്കാനാണോ വിളിച്ചോണ്ട് വന്നത്? പിന്നെ സ്വയംവരത്തിനാണെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് സംസാരിക്കണം. വലിച്ച. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഫൈൻ, താങ്ക് യു സർ. സാർ ഇവിടെ? ഓഹോ, ഞാനിവിടെ എന്തിനു വന്നു എന്നായിരിക്കും. ഇത് എന്റെ വീടാണ്. ഓഹോ, വത്സലേ, നീ ഇദ്ദേഹത്തെയാണോ പിടിച്ചുകൊണ്ട് വന്നത്? ഇദ്ദേഹം ആരാണെന്ന് നിനക്കറിയാം? CID ഓഫീസർ മിസ്റ്റർ വേണുഗോപാൽ. ഇവൾ എന്റെ അനിയന്റെ മകൻ വത്സല. അപ്പോ വലിയച്ഛനെന്ന് പറഞ്ഞത് സാറിന് ഉദ്ദേശിച്ചായിരിക്കും. എന്താ, ഇവൾ വായിൽ തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ഇവളുടെ പേര് KLL വത്സലയാണ്, ഒരു എല്ല് കൂടുതലാണ്. താങ്ക് യു സർ. ഇവൾക്ക് അച്ഛനും ഉമ്മയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറെ കൂടുതൽ വാത്സല്യം കാണിക്കാറുണ്ട്. അതിന്റെ കേട് അവളുടെ സ്വഭാവത്തിലും കാണും. ഇവള് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മിസ്റ്റർ വേണുഗോപാൽ. ഓ, അങ്ങനെയൊന്നുമില്ല. അമ്മേ, ഇത് ആരാണെന്ന് അറിയാമോ? ആരാ മോനെ? ആരാ? പുതുതായി വന്നൊരു CID ഓഫീസർ മിസ്റ്റർ വേണുഗോപാൽ. ഇതെന്റെ അമ്മയാണ്. സൗഖ്യമാണോ മോനെ? അതെ. മോൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്നിട്ട് എന്റെ മോൻ ഇങ്ങോട്ടൊന്നും വരാതിരുന്നേ? മിസ്റ്റർ വേണുഗോപാലൻ വലിയ ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി സൗകര്യം പോലും ഇവിടെ വരും അമ്മേ. ഞാൻ കാപ്പി കൊടുത്തായി. കാപ്പി ഇപ്പൊ വേണ്ട. എന്നാൽ അങ്ങനെയല്ലല്ലോ മോനെ. മോളെ, നീ എന്താ നിൽക്കുന്നത്? നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. വല്യച്ഛ, ആ നോട്ട്. അയ്യോ മോളെ, അത് മറ്റാരോ ചെയ്ത വിലയായിരിക്കും. മിസ്റ്റർ വേണുഗോപാൽ ചെയ്യേണ്ട കാര്യം. നോട്ടോ? മിസ്റ്റർ വേണുഗോപാൽ ഇരിക്കണം, ഞാൻ ഇപ്പോഴും വന്നേക്കാം. സാർ 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 സാർ. എന്നെയാണോ? അതെ സാർ, ക്ഷമിക്കണം സാർ, എനിക്ക് എന്തൊക്കെയോ അബദ്ധം പറ്റിപ്പോയി സാർ. ആളറിയാതെ സംഭവിച്ചാണ് സാർ. നോട്ടിന്റെ കാര്യം പറഞ്ഞതെന്താ? സാർ, അത് സാർ ഒരു നിമിഷത്തിനകം എത്ര സാർ വിളിക്കണം മോളെ? ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞതിന് മുതലും പലിശയും ചേർത്ത് വിളിക്കുകയാണ്. മോളകത്തേക്ക് പൊക്കോളൂ. മിസ്റ്റർ വേണുഗോപാൽ, ദിസ് ഈസ് അവർ ഫസ്റ്റ് റിപ്പോർട്ട്. സ്കൂട്ടറിൽ നിന്ന് കിട്ടിയ ഈ നോട്ടുകളുടെ നമ്പരും മദ്രാസിൽ നിന്ന് മോഷണം പോയ നോട്ടുകളുടെ നമ്പരും ഒന്ന് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോ അക്രമികൾ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ ആവുന്നത്ര വേഗം അവരെ പിടിക്കാൻ ശ്രമിക്കുക, അല്ലാതെ തിടുക്കം കാണിക്കുന്നോണ്ട് പ്രയോജനമില്ല. എല്ലാം ആലോചിച്ച് ചെയ്യാം. ആ
ആടി വരുന്നു ആയിരം ആയിരം പൗർ